ചരിത്രം വഴിമാറുന്നുണ്ട്. പുതിയ ചരിത്രങ്ങൾ രചിക്കപ്പെടുന്നുമുണ്ട്. ഇത് മാറുന്ന വടക്കാഞ്ചേരിയുടെ കഥ. ഒരിക്കൽ സ്വപ്നങ്ങളായിരുന്നത് ഇന്ന് യാഥാർത്ഥ്യങ്ങളായി കൺമുന്നിലുണ്ട്. അവയിന്ന് ഒന്നായി കുരുക്കഴിച്ചിരിക്കുന്നു. നമുക്കിനിയും മുന്നോട്ടു പോകണം. സ്വപ്നങ്ങൾ കാണാനാവണം. പുതുചരിത്രങ്ങളും രചിക്കപ്പെടണം. നമുക്ക് വേണ്ടത് അനുഭവങ്ങളുടെ കരുത്താണ്. ഇത് കേരളം. ജനങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ച വികസനത്തിൻ്റെ കഥ. ഇതൊരു ഒറ്റപ്പെട്ട ചരിത്രമൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷങ്ങൾ കരുതലിൻ്റെ കരുത്തിലാണ് നമ്മൾ നവകേരളം പടുത്തുയർത്തിയത്. പറഞ്ഞതൊന്നും നടക്കില്ലെന്ന് പലരും പരിഹസിച്ചു. നടത്തില്ലെന്ന് വെല്ലുവിളിച്ചു. തകർന്നിടത്ത് പുതുനഗരം പണിതുയർത്തി. നടക്കില്ലെന്ന് വിധിയെഴുതിയത് ഓരോന്നും നേടിയെടുത്തു. ഇത് നവകേരളമാണ്. മാവേലിയുടെ നാടാണ്. ചവിട്ടിത്താഴ്ത്തിയിടത്ത് മാവേലിമാർ പിറന്ന നാട്. ₹1279 കോടി രൂപയുടെ വികസനമാണ് നമ്മുടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ സാധ്യമായത്. കണക്കുകളിലല്ല, നമ്മുടെ കൺമുന്നിൽ. സ്കൂളുകൾ, ആശുപത്രികൾ, സേവന കേന്ദ്രങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ സമസ്ത മേഖലകളിലേക്കും വികസനത്തിൻ്റെ കരസ്പർശമെത്തി. ഈ വികസനം മനസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. അവസാന മനുഷ്യരിലേക്കും വികസനത്തിൻ്റെ പൂക്കൾ വിരിയുമ്പോഴാണ് നമ്മളും ആശയങ്ങളും കാലാതിവർത്തിയാവുന്നത്. ഏറെയുണ്ട് വികസനം. ഏറെ പറയാനുമുണ്ട്. എല്ലാം ഉൾപ്പെടുത്താനും വിശദീകരിക്കാനും കഴിയുകയില്ല. വടക്കാഞ്ചേരിയുടെ വികസനത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ വീഡിയോ. എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. 600 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ആരോഗ്യരംഗത്തെ കഴിഞ്ഞ 5 വർഷം സാധ്യമായത്. മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാൽ നിർമ്മാണം നിലച്ചുപോയ ട്രോമ സെൻറ്റർ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാനായത് പ്രധാന നേട്ടമാണ്. അത്യാഹിതമായി വരുന്ന രോഗികൾക്ക് ഒരു കെട്ടിടത്തിനുള്ളിൽ തന്നെ എല്ലാ പരിശോധനാ ചികിത്സാ സൗകര്യങ്ങളും ഒരുങ്ങിയത് ഇതിൻ്റെ പ്രത്യേകതയാണ്. 279 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കും, 199 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം 23 കോടിയുടെ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കും നിർമ്മാണം പുരോഗമിക്കുന്നു. ഇങ്ങനെ മെഡിക്കൽ കോളേജ് 2 ഇരട്ടിയായി വളരുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ആവശ്യം പരിഹരിക്കുന്നതിനു വേണ്ട 33 kV സബ്സ്റ്റേഷന് 7.4 കോടിയുടെ ഭരണാനുമതിയും നേടിയെടുത്തു. സ്കാനിംഗ് രംഗത്തെ ശക്തിപ്പെടുത്തി. പഴയ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ പൊതുമേഖലയിലെ ആദ്യ MRI സ്കാനിംഗ് യന്ത്രം സ്ഥാപിച്ചു. അത്യാഹിത വിഭാഗത്തിലും MRI സ്ഥാപിക്കാനായി. അതിനൂതന ടെക്നോളജിയിൽ 2 പുതിയ CT സ്കാനറുകളും പുതിയ ഡിജിറ്റൽ എക്സ്റേ മെഷീനും സ്ഥാപിക്കാനായി. മെഡിക്കൽ കോളേജിലെത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസത്തിനായി ആശ്വാസ് വാടക വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതോടൊപ്പം പ്രാരംഭ ഇടപെടൽ കേന്ദ്രം, പൊള്ളൽ ചികിത്സയ്ക്കായുള്ള ബേൺസ് യൂണിറ്റ്, സർജിക്കൽ ഓങ്കോളജി വിഭാഗം തുടങ്ങിയവയും ഈ 5 വർഷം കൊണ്ട് സ്ഥാപിക്കാനായി. MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ കാത്തിരിക്കേണ്ടി വരുന്ന കൂട്ടിരിപ്പുകാർക്കായി ചാർജിംഗ് സൗകര്യവും ഒരുക്കി. കൂടെ കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കാനായി. ഇതേ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക ജീവൻ രക്ഷാ സൗകര്യങ്ങളോടെ ICU ആംബുലൻസും മെഡിക്കൽ കോളേജിന് നൽകി.
കീമോ ഡേ കെയർ രണ്ടാം ഘട്ട വികസനവും പുരോഗമിക്കുകയാണ്. കൃത്രിമക്കാൽ വെച്ചുകൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് സെൻ്ററും രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നു. സ്ട്രോക്ക് ചികിത്സാ സെൻ്ററിന് ഭരണാനുമതിയായതും മെഡിക്കൽ കോളേജിന് മുതൽക്കൂട്ടാണ്. ഡെൻ്റൽ കോളേജിൻ്റെ 36 കോടി രൂപ ചെലവ് വരുന്ന വെർട്ടിക്കൽ എക്സ്പാൻഷൻ പുരോഗമിക്കുകയാണ്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും പുരോഗതിയുടെ പാതയിലാണ്. ഐസൊലേഷൻ ബ്ലോക്ക് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കി. ഓക്സിജൻ പ്ലാന്റും കണക്ഷനുകളും പൂർത്തിയായി. 2.4 കോടി രൂപയുടെ OP ബ്ലോക്കും നിർമ്മാണം പൂർത്തിയാക്കി. 2.3 കോടിയുടെ ലക്ഷ്യ ലേബർ റൂം വികസനവും 8.3 കോടിയുടെ കാഷ്വാലിറ്റി കം ഓപ്പറേഷൻ തിയേറ്റർ വികസനവും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ആരോഗ്യ ശൃംഖലയ്ക്ക് പുത്തൻ ഉണർവ് ലഭിച്ച 5 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ഇരട്ടക്കുളങ്ങരയിലുള്ള വടക്കാഞ്ചേരി ഗവൺമെൻറ് ആയുർവേദ വിഷവൈദ്യ ആശുപത്രിയുടെ പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 2.5 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 1.5 കോടി രൂപ ചെലവിൽ അവണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ പൂർണ്ണമായി നവീകരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 2.2 കോടി രൂപയും അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1.9 കോടി രൂപയും തോളൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് 2 കോടി രൂപയും മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി രൂപയും അനുവദിക്കാനായിട്ടുണ്ട്. മുണ്ടൂർ ഹെൽത്ത് സബ് സെൻ്റർ, കുമ്പളങ്ങാട് ഹെൽത്ത് സബ് സെൻ്റർ, പൂമല ഹെൽത്ത് സബ് സെൻ്റർ എന്നിവയ്ക്ക് 50 ലക്ഷം രൂപ വീതം അനുവദിക്കാനായി. മുണ്ടൂർ, തെക്കുംകര, പാമ്പൂർ, തോളൂർ, മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അടാട്ട്, പേരാമംഗലം, തിരൂർ, പോട്ടൂർ, കരുമത്ര സബ് സെൻ്ററുകളെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളായി ഉയർത്താനായി. മണ്ഡലത്തിലെ കാർഷിക മേഖല ശക്തമാണ്. ഇതിൽ വലിയൊരു ഭാഗം സമുദ്രനിരപ്പിന് താഴെയുള്ള കോൾപ്പാടങ്ങളാണ്. ജലസേചനം എന്നതിനേക്കാൾ ജല മാനേജ്മെൻറ്റാണ് ഇവിടെ പ്രധാനം. കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജല മാനേജ്മെൻറ്റിനുമായി പദ്ധതികൾ രൂപീകരിക്കാനും പൂർത്തീകരിക്കാനുമായി പുഴയ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് 3.2 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കി. പതിയാർകുളങ്ങര, പഴമുക്ക് തടയണകൾ നിർമ്മാണം പൂർത്തിയാക്കി. തെക്കുംകര കേരഗ്രാമം പദ്ധതിയും കോലഴി കൃഷിശ്രീ അഗ്രോ സർവീസ് സെൻ്ററും ആരംഭിച്ചു. അടാട്ട്, തോളൂർ, അവണൂർ, കൈപ്പറമ്പ്, വടക്കാഞ്ചേരി പ്രദേശങ്ങളിലെ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുകൾ സൗരോർജ്ജവൽക്കരിക്കുന്ന 24 കോടി രൂപയുടെ പൈലറ്റ് പദ്ധതി പുരോഗമിക്കുകയാണ്. പഴയ പെട്ടിയും പറയ്ക്കും പകരം മൊത്തം 17 കോടി രൂപ വിനിയോഗിച്ച് ഉയർന്ന ശേഷിയുള്ള 54 സബ്മേഴ്സിബിൾ പമ്പുകൾ വിവിധ കോൾപ്പടവുകളിൽ സ്ഥാപിച്ചു. വടക്കാഞ്ചേരി കൃഷിഭവൻ 2 കോടിയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തനം ആരംഭിച്ചു. അടാട്ട് പുല്ലഴി തോടിൽ 51 തറപ്പാലം 1.2 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ചു. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് മുണ്ടൂർ താഴം ലീഡിംഗ് ചാൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. സംഘം കോൾപടപ്പിലെ വിവിധ പ്രവൃത്തികൾക്കായി 1 കോടി രൂപയും വിനിയോഗിക്കാനായി. 10 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി പുഴയിൽ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ഒരു വിദ്യാലയത്തെയും വിട്ടുപോകാതെയുള്ള സമഗ്രമായ വികസന പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. ഇതിനായി 24 കോടിയിലധികം രൂപ കണ്ടെത്താനും സാധിച്ചു. 3 കോടിയുടെ കുറ്റൂർ CMG ഹയർ സെക്കൻഡറി കെട്ടിടത്തിൻ്റെ 1ാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2ാം നിലയ്ക്കുള്ള ഭരണാനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാകിരണം പദ്ധതിയിൽ ചൂരക്കാട്ടുകര UP, മച്ചാട് LP, മച്ചാട് UP, പഴമുക്ക് LP സ്കൂളുകളിൽ ആധുനിക കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി. അടാട്ട് LP, ഓട്ടുപാറ LP, വടക്കാഞ്ചേരി ഗേൾസ് LP, കുറ്റൂർ CMG UP, വടക്കാഞ്ചേരി ബോയ്സ് LP, പുതുരുത്തി LP, മച്ചാട് HS സ്കൂളുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി. മണ്ഡലത്തിലെ സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി വർണ്ണക്കൂടാരങ്ങൾ ഒരുക്കാനായി. വരടിയ UP, വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ +2 കെട്ടിട നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. ചൂരക്കാട്ടുകര GUPS സ്കൂളിൽ
മോഡൽ ഓട്ടിസം സെൻ്ററിനായി 2.7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പോന്നൂർ ഗവൺമെൻറ് വെൽഫെയർ UP സ്കൂളിന് 1 കോടി രൂപയും വടക്കാഞ്ചേരി BRCക്ക് 77 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാർലിക്കാട് UP, വടക്കാഞ്ചേരി ഗേൾസ് HS, ഓട്ടുപാറ LP സ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മാണത്തിനായി MLA ഫണ്ട് അനുവദിച്ചു. മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിൽ വികസനത്തിൻ്റെ കയ്യൊപ്പ് ചേർക്കുമ്പോൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കൂടി സാധ്യമായ രീതിയിൽ പരിഗണിക്കാനായിട്ടുണ്ട്. വടക്കാഞ്ചേരി സെൻറ്റ് പയസ് UP സ്കൂളിലേക്ക് സ്കൂൾ ബസ്, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മിനി കോൺഫറൻസ് ഹാൾ തുടങ്ങി. ഇതോടൊപ്പം മണ്ഡലത്തിലെ പഠനത്തിലും മറ്റ് വിവിധ മേഖലകളിലും പ്രതിഭ തെളിയിച്ചവർക്ക് MLAയുടെ ആദരം പരിപാടി കഴിഞ്ഞ 4 വർഷങ്ങളായി സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുളങ്ങുന്നത്തുകാവ് കിലയിൽ പുതിയ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. കോളേജ് കെട്ടിടത്തിന് ബജറ്റിൽ തുക അനുവദിച്ചു. വടക്കാഞ്ചേരി ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിട നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മുണ്ടത്തിക്കോട് ക്യാപ്പ് കെട്ടിടത്തിൽ സഹകരണ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് 8 കോടി രൂപ അനുവദിക്കുകയും നടപടികൾ പുരോഗമിക്കുകയുമാണ്. വിഭാവനം ചെയ്ത ടൂറിസം കോറിഡോറിന് അംഗീകാരം ലഭിക്കുകയും പണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോറിഡോർ ബന്ധിപ്പിക്കുന്ന മണ്ഡലത്തിലെ പുഴയ്ക്കൽ മുതൽ വാഴാനി വരെയുള്ള പ്രദേശങ്ങളിൽ വിവിധങ്ങളായ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നു. 5.99 കോടി രൂപയുടെ വാഴാനി സംഗീത ജലധാര നിർമ്മാണം പുരോഗമിക്കുകയാണ്. കുട്ടികളുടെ പാർക്കും നവീകരിച്ചു. 3.85 കോടി രൂപയുടെ പൂമല എക്കോ ടൂറിസം പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി. ഇതോടൊപ്പം ഉത്രാളിക്കാവ് പൂരത്തിന് കഴിഞ്ഞ 4 വർഷങ്ങളായി ടൂറിസം വകുപ്പിൻ്റെ ധനസഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞത് ടൂറിസം രംഗത്തിന് പ്രോത്സാഹനമാണ്. അത്താണി, ചെമ്പിശ്ശേരി, വിളപ്പായ മേൽപ്പാലങ്ങൾക്ക് കീഴിലെ സ്ഥലം പ്രയോജനപ്പെടുത്തി പാർക്കുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ റോഡ്, പാലം, ഗതാഗത സൗകര്യങ്ങൾക്കായി ചരിത്രം തിരുത്തിയെഴുതിയ വികസനമാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത്. 200 കോടിയിലധികം ഈ മേഖലയിൽ വിനിയോഗിക്കാനായി. ഇതോടെ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. പ്രളയക്കെടുതി നേരിട്ട കുറാഞ്ചേരി, നായരങ്ങാടി, കല്ലമ്പാറ റോഡ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപയ്ക്ക് പുനർനിർമ്മിച്ചു. അവണൂർ മുണ്ടൂർ റോഡ്, പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര റോഡ്, കുറ്റൂർ ചാമക്കാട് റോഡ്, പോന്നൂർ എടക്കളത്തൂർ ആളൂർ റോഡ്, വിളപ്പായ മെഡിക്കൽ കോളേജ് റോഡ്, പോന്നൂർ പറപ്പൂർ റോഡ്, ചാവക്കാട് വടക്കാഞ്ചേരി അടാട്ട് ആമ്പലങ്കാവ് റോഡ്, അടാട്ട് ചിറ്റിലപ്പള്ളി റോഡ്, മുതുപറ അടാട്ട് റോഡ് എന്നിവ BMBC നിലവാരത്തിൽ നിർമ്മാണവും നവീകരണവും പൂർത്തിയാക്കി. സംസ്ഥാന പാതയിലെ കെൽട്രോൺ പാർലിക്കാട് റോഡ് 5.2 BMBC നിലവാരത്തിൽ നവീകരിച്ചു. 12.5 കോടിയുടെ കൊട്ടേക്കാട് മുണ്ടൂർ റോഡ് BM ലെയർ പൂർത്തിയായി. തിരൂർ ആട്ടൂർ റോഡ്, കുമ്പളങ്ങാട് കാഞ്ഞിരക്കോട് റോഡ്, അവണൂർ വരടിയം അമല ചൂരക്കാട്ടുകര റോഡ്, അത്താണി പുതുരുത്തി റോഡ് എന്നിവ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ ജംഗ്ഷനുകൾ നവീകരിക്കുന്നതിനും നടപടിയായിട്ടുണ്ട്. ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ മണ്ഡലത്തിലെ 29 റോഡുകൾ ഉൾപ്പെടുത്തി 6.25 കോടി രൂപയ്ക്ക് നവീകരിച്ചു. ഇതുകൂടാതെ 30 റോഡുകൾക്ക് MLA ഫണ്ട് വകയിരുത്തി നവീകരണം പൂർത്തിയാക്കാനും സാധിച്ചു. മുണ്ടൂർ പുറ്റേക്കര കുപ്പിക്കഴുത്ത് വികസനത്തിന് മൊത്തം 58 കോടിയുടെ ഭരണാനുമതിയാവുകയും അതിൽ 25.6 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിക്കായി 223 കോടി രൂപയുടെ DPR കിഫ്ബി പരിഗണിക്കുന്നു. 14.78 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ധനാനുമതിയും ലഭിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിനായുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. മണ്ഡലം ഉൾപ്പെടുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡ് 230 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. കൊളങ്ങാട്ടുകര പാലം 6 കോടി രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കി. 5.17 കോടി രൂപയുടെ ഓട്ടുപാറ പാലവും പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. തോളൂർ പാലത്തിൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. അകമല പാലം, കല്ലേപ്പടി കനാൽ പാലം തുടങ്ങിയവയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. അമല ROB നിർമ്മാണത്തിനായി 7.5 കോടി രൂപ അനുവദിച്ചു. ഡ്രോയിംഗ് റെയിൽവേയുടെ പരിഗണനയിലാണ്. വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു.
സർക്കാർ സേവനങ്ങൾക്കായുള്ള കെട്ടിടങ്ങളും ഏറ്റവും ആധുനികമായി അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചു. 42 കോടി രൂപ ഈ ഇനത്തിൽ ചെലവഴിക്കാനായി. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസ്, മെഡിക്കൽ കോളേജ്, സബ് ട്രഷറി, വടക്കാഞ്ചേരി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ്, കരുമത്ര, വിരുപ്പാക്ക, എങ്കക്കാട് ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ 5 വർഷത്തെ പ്രധാന നേട്ടമാണ്. ഇതോടൊപ്പം വടക്കാഞ്ചേരി ഫുഡ് സേഫ്റ്റി കം ഹെൽത്ത് സബ് സെൻ്റർ ആരംഭിച്ചു. പാർലിക്കാട് ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ്, പുന്നംപറമ്പ്, തെക്കുംകര, മണലിത്തറ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ്, കിള്ളന്നൂർ സ്മാർട്ട് വില്ലേജ് എന്നിവയുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ്. അമല വനിതാ അമ്യൂണിറ്റി സെൻ്റർ നിർമ്മാണത്തിന് 3 കോടി രൂപയും മുളങ്ങുന്നത്തുകാവ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മാണത്തിന് 13 കോടിയും വടക്കാഞ്ചേരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും പണം അനുവദിച്ചു. 6 നിലകളുള്ള വടക്കാഞ്ചേരി കോടതി സമുച്ചയത്തിൻ്റെ ഡിസൈൻ കോടതി അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം MLA ഫണ്ടിൽ നിന്നും 16 അംഗൻവാടികൾക്കും നിരവധി സർക്കാർ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമായും പണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പാതയോരത്ത് കാടുപിടിച്ച് കിടന്നിരുന്ന കെൽട്രോണിൻ്റെ ഭൂമി ലിക്വിഡേഷൻ നടപടികൾ അവസാനിപ്പിച്ച് 12 ഏക്കർ വീണ്ടെടുക്കാനായി. ഈ ഭൂമിയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സീമെറ്റുമായി ചേർന്ന് സെൻസർ മാനുഫാക്ചറിംഗ് കോമൺ ഫെസിലിറ്റി സെൻ്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികളായി. ലേ ഓഫിലായ വിരുപ്പാക്ക സ്പിന്നിംഗ് മിൽസിൻ്റെ 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തള്ളുകയും 30 കോടി രൂപയുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. മില്ല് വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു. അത്താണി SIFLൽ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് നിർമ്മിക്കുകയും 6 ടൺ ഹൈഡ്രോളിക് ഫോർജിംഗ് ഹാമർ സ്ഥാപിക്കുകയും ചെയ്തു. വൈദ്യുതി രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യയിൽ പോൾകാസ്റ്റിംഗ് യാർഡ് പുനർനിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചത് പ്രധാന നേട്ടമാണ്. ചൂലിശ്ശേരി മെഡിക്കൽ കോളേജ് 33 kV സബ്സ്റ്റേഷനുകൾക്ക് അനുമതിയായി. ഇതോടൊപ്പം വൈദ്യുതി മേഖലയെ ആധുനികവൽക്കരിക്കുന്ന നിരവധി പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. കായിക രംഗത്തെ പുത്തൻ ഉണർവിനും കഴിഞ്ഞ 5 വർഷക്കാലം സാക്ഷിയായി. മണ്ഡലത്തിലെ നിരവധി കളിക്കളങ്ങളെ നവീകരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുകയും പണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. MLA ആസ്തി വികസന ഫണ്ടും ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെ പൂർവ്വസൂരികളായ ഭരതൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഹൈദരാലി, അബൂബക്കർ തുടങ്ങിയവരുടെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻ്റർ നിർമ്മിക്കുന്നതിന് 9 കോടി രൂപയുടെ ഭരണാനുമതിയായി. തെക്കുംകര മലാക്ക സാംസ്കാരിക നിലയത്തിന് 1.99 കോടി രൂപയും കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഹാളിന് 50 ലക്ഷം രൂപയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചു. മണ്ഡലത്തിലെ 7 നഗറുകൾക്ക് അംബേദ്കർ ഗ്രാമവികസനം പദ്ധതിയിലൂടെ 7 കോടി രൂപ അനുവദിച്ച് പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹ്യനീതിയിലും നമ്മുടെ മണ്ഡലം മുന്നിൽ തന്നെ എന്നതിൻ്റെ സൂചനയാണ്. ഇതോടൊപ്പം വർഷങ്ങളായി പട്ടയമില്ലാതെ അനിശ്ചിതത്വത്തിൽ ജീവിച്ചിരുന്ന നിരവധി പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി. ഇങ്ങനെ 4094 പട്ടയങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ വിതരണം ചെയ്യാനായത്. ഭൂമി അതിൻ്റെ അവകാശികൾക്ക് രേഖാമൂലം സ്വന്തമാകുന്നത് തികച്ചും ആനന്ദമുണ്ടാക്കുന്ന കാര്യമാണ്. MLA ഓഫീസ് വഴി 2214 അപേക്ഷകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കുകയും 4.21 കോടി രൂപ ധനസഹായം ലഭ്യമാക്കുന്നതിനും സാധിച്ചതും അശരണരായ രോഗികൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസമായ നടപടിയാണ്. വികസനം ഇവിടെ അവസാനിക്കുകയല്ല, ഇതിന് തുടർച്ചയുണ്ടാവണം. പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കണം. വടക്കാഞ്ചേരിയുടെ നാളുകളിലേക്ക് നമുക്ക് കാതോർക്കാം.